ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിന്റെ സാക്ഷ്യമായിരുന്നു ആ നന്ദി. മരണത്തെയും തോൽപ്പിച്ച ഈ സ്നേഹത്തിന്റെ കഥ നിങ്ങളുടെ കണ്ണ് നനയിക്കും. അൺകണ്ടീഷണൽ ലവ് എന്നത് നാം പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, അല്ലേ? എന്നാൽ മരണത്തെ വെല്ലുവിളിച്ച് സ്നേഹത്തെ വിവരിക്കാൻ കഴിയാത്തൊരു തലത്തിലേക്ക് എത്തിച്ച ദമ്പതികളാണ് ചൈനയിലെ ഡെങ് യുക്കായിയും യെ മെയ്തിയും. 2016 ഡെങ് മെയ്തിയെ പ്രണയിക്കുമ്പോൾ യെ മെയ്തിക്ക് ഗ്ലയോമ എന്ന ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ നമുക്കൊരുമിച്ച് നിന്ന് അസുഖത്തെ തോൽപ്പിക്കാം എന്ന ഡെങ്ങിന്റെ വാഗ്ദാനവുമായി 2019 ഡെങ് യെ മെയ്തിയെ വിവാഹം കഴിച്ചു. 2021 ഹൻഹാൻ എന്നൊരു മകളും ജനിച്ചു. എന്നാൽ 2022 യെ മെയ്തിയുടെ നില അതീവ ഗുരുതരമായി. ചികിത്സിക്കാൻ ഭീമമായ തുക വേണം. നിലവിലുള്ള ചികിത്സ താങ്ങാൻ തന്നെ കഴിയില്ല എന്നറിയാമായിരുന്നതുകൊണ്ട് തന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവൾ പലകുറി ഭർത്താവിനോട് അപേക്ഷിച്ചു. പക്ഷേ അവൻ അതിനൊരുക്കമായിരുന്നില്ല. ഒന്നിൽ കൂടുതൽ തവണ ഓപ്പറേഷനുകൾ നടന്നു. അവൾ അബോധാവസ്ഥയിലേക്ക് വീണു. ഡോക്ടർമാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവർ ഡെങ്ങിനോട് സംസാരിച്ചു. ദുഃഖിതനായ ഡെങ് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും അവൻ പ്രതീക്ഷ കൈവിട്ടില്ല. പക്ഷേ അവൾക്കു വേണ്ടി ജോലി ഉപേക്ഷിച്ചു. മുഴുവൻ സമയവും അവളെ പരിചരിച്ചു. അതിനിടയ്ക്ക് മകൾ ഹൻഹാൻ അമ്മയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് ഡെങ് സോഷ്യൽ മീഡിയയിലിട്ടു. ആ വീഡിയോ വൈറലായി. അവർക്ക് സുമനസ്സുകളിൽ നിന്ന് സ്വാന്തനവും സഹായവും ലഭിച്ചു തുടങ്ങി. പൊതുജന പിന്തുണ കണ്ട് വീണ്ടും ഡെങ് പ്രതീക്ഷയോടെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവൻ അവൾക്ക് ഏറ്റവും നല്ല ചികിത്സയും പരിചരണവും നൽകി. നീണ്ട 3 മാസമെടുത്തു അവൾക്ക് ബോധം തിരികെ കിട്ടാൻ. വീണ്ടും 2 മാസമെടുത്തു അവൾ ഭർത്താവിനോടൊന്ന് സംസാരിക്കാൻ. അവൾ അവനോട് ആദ്യം പറഞ്ഞ വാക്ക് താങ്ക് യു എന്നായിരുന്നു. എത്ര ജന്മം പറഞ്ഞാലും തീരാത്ത 1000 നന്ദി. ഡോക്ടർമാർ അസാധ്യമെന്ന് കരുതിയൊരു ജീവിതമാണ് ഡെങ് തിരിച്ചു പിടിച്ചത്. ഡെങ് അവളുടെ പൂർണ്ണ റിക്കവറിക്കായി പുനരധിവാസത്തിനായി സ്വയം സമർപ്പിച്ചു. എല്ലാ ദിവസവും അവളെ നടക്കാൻ സഹായിച്ചു. അവളെ സന്തോഷിപ്പിക്കുവാനും അവളുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുവാനും വേണ്ടി ആടുകയും പാടുകയും ചെയ്തു. അങ്ങനെ ഡോക്ടേഴ്സിനെയും എല്ലാ ആശുപത്രി ജീവനക്കാരെയും ഞെട്ടിച്ച് അവിശ്വസനീയമായ വിധത്തിൽ ഡെങ് തൻ്റെ പ്രിയതമയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് അവർ രണ്ടുപേരും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്നവൾ വളരെയധികം സുഖം പ്രാപിച്ചു. അവൾക്കൊറ്റയ്ക്ക് നടക്കാൻ കഴിയും. സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള വരുമാനവും ഓൺലൈൻ കച്ചവടവും ഒപ്പം ചെറിയ രീതിയിൽ നടത്തുന്ന തെരുവ് കച്ചവടത്തിലൂടെയുമെല്ലാം ജീവിതത്തിനവർ വരുമാനം കണ്ടെത്തുന്നു. എങ്കിലും ഡെങ് ഇപ്പോഴും ഭാര്യയെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിരുന്നു ആ നന്ദി. സ്നേഹം ഒരത്ഭുതമാണ്. അത് മരണത്തെയും തോൽപ്പിക്കും. സുഹൃത്തുക്കളെ, സ്നേഹത്തിന് രോഗശാന്തി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ ആരായിരുന്നു? ഡെങ്ങിനെ പോലെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ പോരാടിയ മറ്റാരുടെയെങ്കിലും കഥ നിങ്ങൾക്കറിയാമോ? കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.